ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലത്തെ ചായയുടെ കടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ചോറ് കഴിക്കണ പണിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് ഒരു പാക്കറ്റ് അമൃതം പൊടി ഉണ്ടായിരുന്നു. അതിവിടെ അനിയത്തിയുടെ കുട്ടിക്ക് നഴ്സറിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ച് ബാക്കിയുണ്ട്. മുന്നേ നമ്മൾ അന്ന് പാതുവിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പോൾ പറയും അയ്യോ അമൃതം പൊടിയിലുണ്ട് എനിക്ക് വേണ്ടാന്നൊക്കെ പറയും. എന്നാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമൃതം പൊടി ആദ്യം ഒന്ന് ചൂടാക്കിയെടുത്ത് പിന്നെ കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്ത് ശർക്കരപ്പാനി ഒഴിച്ച് ഒന്ന് വറ്റിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ഇടേണ്ടത് 2 ഏലക്കായും ഒരിത്തിരി നല്ല ജീരകവും കുറച്ച് പഞ്ചസാരയിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. തീയൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. തീയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നല്ലോണം ഒന്ന് ചൂടാറിക്കോട്ടെ. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഉണ്ടാക്കിയെടുക്കാം. അമൃതം പൊടി വെച്ചിട്ട് ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അല്ലേ. എല്ലാവരും ഉണ്ടാക്കണതൊക്കെ തന്നെ. അമൃതം പൊടി വെച്ചിട്ട് പലതും ഉണ്ടാക്കുന്നുണ്ട്. കേക്ക്, ഉണ്ണിയപ്പം, അങ്ങനെ എല്ലാതും ഉണ്ടാക്കണത് തന്നെ അല്ലേ. ഞാൻ കൂടുതലും ഇങ്ങനെ അല്ലെങ്കിൽ അട അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. ഒരു തവണ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ചിലപ്പോഴൊക്കെ കുട്ടികൾ കഴിക്കുള്ളൂ. പിന്നെ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ച് അങ്ങനെ വല്ലാണ്ട് ഉണ്ടാക്കാറില്ല. ഇതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉമ്മ വരുമ്പോൾ കുറച്ച് ഉള്ളിവട കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഉണ്ടായിരുന്നു. നല്ലപോലെ കറുത്തിട്ടുണ്ടായിരുന്നു. കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ എന്നാലും മഞ്ഞ കളറിലല്ലേ സാധാരണ ഇരിക്കാറുണ്ടാവുക. പക്ഷെ ഇതെന്താണെന്നറിയില്ല, ഡാർക്ക് കളറായിരുന്നു. തീ കൂട്ടി വെച്ചതാവുമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ചായക്ക് കടിക്ക് ഉള്ളിവട ഉണ്ടായിരുന്നു. അതുപോലെ അമൃതം പൊടി ഉണ്ടായിരുന്നു. പിന്നെ തണ്ണിമത്തനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.